സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ കാറിൽ രാധികയുടെ പോലീസും പിടിച്ച് സങ്കടപ്പെട്ടിരിക്കുക. താൻ എവിടെയാ, എങ്ങോട്ടേക്കാ താൻ എന്നിൽ നിന്നിങ്ങനെ ഓടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? തൻ്റെ നഷ്ടപ്പെട്ടു പോയ കൊലുസ് വെച്ച് തന്നെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞ് വരുൺ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീടാണ് കേട്ടോ. അവിടെ മുത്തശ്ശി രാധികയുടെ കാലിലണിഞ്ഞിരുന്ന ആ കൊലുസ് രാധിക ഊരി വെച്ചിരിക്കുകയാണല്ലോ. അത് മുത്തശ്ശി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി ആ കൊലുസിൻ്റെ കാര്യത്തെക്കുറിച്ച് രാധികയെ ചോദ്യം ചെയ്യുക. ഇതിൻ്റെ മറ്റേതെവിടെ, നീ അത് കൊണ്ടുപോയി കളഞ്ഞോ? അന്നേരം രാധിക പേടിച്ചു വരണേ. അത് പിന്നെ മുത്തശ്ശി അതെവിടെ വെച്ചോ നഷ്ടമായിപ്പോയി. അന്നേരം മുത്തശ്ശി രാധികയോട് പറയണേ, ദേ ഇന്ന് സന്ധ്യ ആവുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടുപോയി കളഞ്ഞത് എവിടെയായിരുന്നെങ്കിലും അതവിടെ നിന്ന് തപ്പി തിരികെ കൊണ്ടുവന്നിരിക്കണം. അതുമായിട്ട് നീ തിരിച്ചു വന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും യശോദ. അന്നേരം രാധിക സങ്കടത്തോടെ അമ്മയോട് പറയണേ, അമ്മേ ഇത് നഷ്ടപ്പെട്ടു പോയി, ഞാൻ കുറേ നോക്കിയതാ, ഇതിൻ്റെ ബാക്കി ഞാൻ എവിടെ നിന്ന് കണ്ടെത്തി കൊണ്ടുവരാനാ? ഈ സമയം അമ്മ പറയണേ, എന്താണെങ്കിലും ഇത് പഴയ കൊലുസല്ലേ, മോൾ ഇത് മാറ്റി പുതിയൊരെണ്ണം വാങ്ങിക്കൊണ്ടുവാ. അങ്ങനെ രാധിക കടയിൽ പോയി കൊലുസ് മാറ്റി പുതിയ കൊലുസൊക്കെ വാങ്ങി വരുവാണ്. എന്നിട്ട് തൊട്ടടുത്ത കടയിൽ കയറി നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കോട്ടെ വരുൺ രാധികയുടെ ആ കൊലുസുമായിട്ട് ഓരോ കടയിലും കയറി ഇറങ്ങി ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണെന്ന് ചോദിച്ച് നടക്കുന്നത്. അങ്ങനെ ഒരു കടയിലെത്തുമ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാണെന്നും ആ കുട്ടി ഇപ്പോൾ ഇതിന് മറ്റേ കൊലുസ് ഇവിടെ തന്നിട്ട് പുതിയത് വാങ്ങി പോയതാണെന്നൊക്കെ പറയുവാണ്. അങ്ങനെ വരുൺ ആ കടേൻ്റെ തൊട്ട് പുറത്തുള്ള കടയിലെ ആൾക്കാരോടൊക്കെ ഒരു പെൺകുട്ടിയെ കണ്ടോന്ന് പറഞ്ഞ് ചോദിച്ച് അന്വേഷിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും കടയിൽ നിന്ന് പുറത്തിറങ്ങുന്ന രാധിക പുറത്ത് നിൽക്കുന്ന വരുണിനെ കാണുന്നത്. അങ്ങനെ വരുണിൻ്റെ തൊട്ട് മുമ്പിൽ ചെന്ന് പെടുവാണ്ടോ രാധിക. അപ്പോൾ അങ്ങനെ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും ഡെയിലി എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂക്കും അപ്കമിങ് എപ്പിസോഡ് റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്